നമസ്കാരം. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെതിരെ നോർവേക്ക് തകർപ്പൻ വിജയം. സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ തകർപ്പൻ ഹാട്രിക് പ്രകടനത്തിന്റെ കരുത്തിലാണ് നോർവേ ഇറാഖിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇറാഖ് പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കാൻ നോർവേക്ക് സാധിച്ചു. തന്റെ സ്വാഭാവിക ശൈലിയിൽ കളിച്ച ഹാലൻഡ് 3 ഗോളുകൾ നേടി ലോകകപ്പിലെ തന്റെ ആദ്യ ഹാട്രിക് തികച്ചു. ശക്തരായ നോർവേക്കെതിരെ തുടക്കത്തിൽ പ്രതിരോധിച്ചു നിൽക്കാൻ ഇറാഖ് ശ്രമിച്ചുവെങ്കിലും ഹാലൻഡിന്റെയും മാർട്ടിൻ ഓഡേഗാർഡിന്റെയും മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എങ്കിലും മത്സരത്തിന്റെ ചില ഘട്ടങ്ങളിൽ മികച്ച പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇറാഖിന് സാധിച്ചു. ഈ വിജയത്തോടെ ഗ്രൂപ്പിൽ അടുത്ത റൗണ്ടിലേക്ക് കടക്കാനുള്ള നോർവേയുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ യൂറോപ്യൻ ലീഗുകളിലെ തന്റെ മികച്ച ഫോം ലോകകപ്പിലും തുടരാൻ കഴിഞ്ഞത് ഹാലൻഡിനും നോർവേക്കും വരും മത്സരങ്ങളിൽ വലിയ ആത്മവിശ്വാസം നൽകും. കളി ആരംഭിച്ച് 29-ാം മിനിറ്റിൽ നോർവേ മുന്നിലെത്തി. ഡേവിഡ് മൊല്ലർ വോൾഫെയുടെ അസിസ്റ്റിൽ നിന്ന് എർലിംഗ് ഹാലൻഡാണ് ഗോൾ നേടിയത്. പിന്നാലെ 39-ാം മിനിറ്റിൽ ഐമൻ ഹുസൈനിലൂടെ ഇറാഖ് ഒപ്പമെത്തി. 43-ാം മിനിറ്റിൽ ഹാലൻഡ് തന്റെ 2ാം ഗോൾ കുറിച്ചു. ഇറാഖ് ഡിഫൻഡറും ഗോൾ കീപ്പർ ജലാൽ ഹസനും തമ്മിലുണ്ടായ ധാരണ പിശകിൽ പന്ത് തട്ടിയെടുക്കാനുള്ള ഹാലൻഡിന്റെ ശ്രമമാണ് ഗോളിൽ കലാശിച്ചത്. പന്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ഹസന്റെ ഷോട്ട് ഹാലൻഡിന്റെ കാലിലിടിച്ച് വലയിൽ കയറുകയായിരുന്നു. 76-ാം മിനിറ്റിൽ നോർവേയുടെ വിജയമുറപ്പിച്ച ഗോളെത്തി. ഓസ്റ്റീഗാർഡാണ് ഗോൾ സ്കോർ ചെയ്തത്. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിസ്റ്റിയൻ തേഴ്സ്റ്റ് നോർവേയുടെ ഗോൾ പട്ടിക പൂർത്തിയാക്കി. 1998-ലാണ് നോർവേ ഇതിനു മുമ്പ് അവസാനമായി ലോകകപ്പിൽ കളിച്ചത്. അന്ന് പ്രീ ക്വാർട്ടർ കളിച്ചെങ്കിലും പിന്നീട് ഒരു ലോകകപ്പിൽ ഇറങ്ങാൻ അവർക്ക് 28 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. എർലിംഗ് ഹാലൻഡ് എന്ന സൂപ്പർ താരത്തിന്റെ തോളിലേറി വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് യോഗ്യതയുറപ്പാക്കിയ നോർവേയെ ആദ്യ മത്സരത്തിൽ വിജയത്തിൽ എത്തിച്ചതും മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ 25 വയസ്സുകാരൻ താരമാണ്. ഇരട്ട ഗോളുകളുമായി ഹാലൻഡ് കത്തിക്കയറിയപ്പോൾ ഇറാഖിനെ നോർവേ 4-1 തകർത്തെറിഞ്ഞ് മടങ്ങിവരവ് ആഘോഷമാക്കി. 29-43 മിനിറ്റുകളിലായിരുന്നു ഹാലൻഡിന്റെ ഗോളുകൾ. 26-ാം മിനിറ്റിൽ ലിയോ ഓസ്റ്റിഗാർഡും ഇഞ്ചറി ടൈമിൽ ക്രിസ്ത്യൻ തോസ്വെതും ലക്ഷ്യം കണ്ടതോടെ നോർവേ അനായാസ വിജയമുറപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്തായാലും ഇറാഖിനെതിരെ നോർവേ വിജയിച്ചിരിക്കുകയാണ്. ഹാലൻഡിന്റെ തകർപ്പൻ പ്രകടനമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇറാഖ് പ്രതിരോധത്തെ സമ്മർദ്ദത്തിലാക്കാൻ നോർവേക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ.